അല്ല, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഞങ്ങൾ പോകുന്നത് അൽനാദ പാർക്കിലോട്ട്. അൽനാദ പാർക്കിൽ അവിടെ ഇച്ചിരി സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സിജോ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് സിജോ തിരിച്ചു വരും. നമ്മൾ മാത്രമാണ് പോകുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റാണ് അൽനാദ പാർക്ക്. അങ്ങനെ ഞങ്ങളെ അൽനാദ പാർക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് സിജോ പോയി. ഞങ്ങളിവിടെ വന്നത് 3 പേര്, ഞങ്ങൾ 3 പേരാണെങ്കിലും ഞങ്ങളുടെ കൂടെ ഇനി ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് കാണാം അതാരൊക്കെയാണെന്ന്. ഇത് റിയയുടെ ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഫ്രണ്ട്സ്. ഇവിടെ ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റോൾസ് ഉണ്ട്. ഇവിടെ പ്ലാന്റിൻ്റെ അങ്ങനെ തന്നെ വേറെ വേറെ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, അങ്ങനെ ജ്വല്ലറി, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങോട്ടുണ്ട്. നമ്മളിപ്പോൾ കുട്ടികളെ ഒരു ബൗൺസി കാസിലുണ്ട്, അവിടെ കയറ്റാൻ പോകണം. അവിടെ പോയി ടിക്കറ്റ് എടുത്തപ്പോൾ 3 കോയിൻസാണ് കിട്ടുന്നത്. ആ കോയിൻസ് എടുത്തുകൊണ്ട് അവിടെ പോകണം. അപ്പോൾ എൻട്രി ചെയ്യുമ്പം അവരുടെ കൈ കൊടുക്കണം. എന്നിട്ട് അവിടെ 20 മിനിറ്റ്സ് കളിക്കാൻ കിട്ടും. അപ്പോൾ പിള്ളേരവിടെ കളിക്കുമ്പം നമ്മൾ പോയി നമ്മുടെ ഇച്ചിരി ഒരു വിൻഡോ ഷോപ്പിംഗ് ചെയ്യാനാണ് പ്ലാൻ. ഞാൻ ജയിലിലായിരുന്നെങ്കിൽ അവരെന്നെ കാണുമ്പോൾ അവരുടെ റിയാക്ഷനാണ് ഈ കാണിക്കുന്നത്. അഭിനയിച്ച് തകർക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് പോയി ഓരോരോ സ്റ്റോൾസിൽ പോയി നോക്കുക എന്തൊക്കെ ഐറ്റംസാണ്, എന്നിട്ട് നമ്മളത് മേടിച്ച് കഴിക്കുക. ഞങ്ങൾ ആദ്യമേ ട്രൈ ചെയ്തതായിരുന്നു മാങ്ങയും അതിൻ്റെ കൂടെ മുളക് പൊടി പോലെ അതും വെച്ചിട്ടുണ്ട്. ഉപ്പും മുളകും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്. ആക്ച്വലി മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുളിയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ നേരം നടന്നു. ഇങ്ങനെ ഗ്ലാസ്സസൊക്കെ വെച്ച് നോക്കി. പട്ടിഷോ ഇതന്നെയാണ് പറയുന്നത്. അത് നമ്മുടെ നെയിൽസാണ്, ഫേക്ക് നെയിൽസ്. മേടിച്ചില്ല, നമ്മളിതെല്ലാം നോക്കി. ഡ്രസ്സുകളുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ മേളിൽ ബ്രാൻഡഡ് ഐറ്റമായിട്ടാണെന്ന് വെച്ചാൽ പേരൊക്കെ കണ്ടാൽ എന്തൊരു പെർഫ്യൂംസ് ആണെങ്കിലും എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണെന്ന് തോന്നും. പക്ഷേ ഇതൊന്നും ബ്രാൻഡഡ് അല്ല, എല്ലാം ഫേക്ക് ഇതാണ്. പിന്നെ ടോയ്സും അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ പോയത് ഈ ഫുഡിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെ പോയിട്ട് അവിടെ നമ്മൾ എല്ലാ ഐറ്റംസും ഒന്ന് നടന്ന് നോക്കി, ഫുള്ളൊന്ന് നോക്കി. ഇതാണ് ഡംപ്ലിങ്സ്, മൊമോ, പാനിപ്പൂരി. അവിടെയൊക്കെ വന്ന് നിന്നു. പക്ഷേ ആർക്കും അത്ര വിശപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ മേടിച്ചില്ല. എല്ലാ ഐറ്റംസും നോക്കി. ഇവിടെ കൂടുതലും ഉള്ള ഐറ്റംസ് എല്ലാം ഈ ഫിലിപ്പീനോകളുടെ ഐറ്റംസ് ആയിരുന്നു. ഈ സാധനം കണ്ടപ്പോൾ നമ്മുടെ പുട്ടില്ലേ അതിൻ്റെ കൂട്ടൊന്ന്, ആക്ച്വലി ഇത് അവരുടെ ഒരു പുട്ട് പോലെ, അതിനും അങ്ങനെ പുട്ടോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെയും പേര്. ഇവരുടെ സ്വീറ്റ് മധുരമൊക്കെ ഇട്ട് കോക്കനട്ടൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ. ഞാൻ ഇത് നെറ്റിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ചു കേട്ടോ. നമ്മൾ കഴിക്കുന്ന പോലൊക്കെ തന്നെ ഉള്ള സംഭവമാണ്. കണ്ടിട്ടും നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ കോൺ ഇത് 5 ദിറമേ ഉള്ളായിരുന്നു. എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് മേടിച്ചില്ല. ഞങ്ങൾ ഇത് മേടിച്ചു, കേമത്ത്. അത് മേടിച്ചിട്ട് ഞാനും തുളസിയും കൂടെ കഴിച്ചു. ഷീലു പിന്നെ ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട് ഇത് കഴിച്ചില്ല. ആക്ച്വലി ഈ സാധനത്തിന് നല്ല ചൂടുണ്ട്. അതുകൊണ്ട് വായുടെ അവിടം വരെ കൊണ്ടുപോയിട്ട് തിരിച്ച് പിന്നെയും കൊണ്ടുവരുവാണ്. ഇപ്പോഴും കഴിക്കുന്നില്ല. അത് വായുടെ അവിടം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. അവിടെയൊക്കെ കറയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ സമയമായി. 20 മിനിറ്റ്സിൻ്റെ ടൈമായിരുന്നല്ലോ. പിന്നെ പോയി കുട്ടികളെ വിളിച്ച് അവർ പുറത്തിറങ്ങിയപ്പം അവർക്കിനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അവർക്ക് എന്തെങ്കിലും വേണം. അപ്പം അവർക്ക് വലിയ സാധനങ്ങളൊന്നും വേണ്ട. അവർക്ക് വേണ്ടുന്ന ഐറ്റം ഇപ്പോൾ കാണാൻ പറ്റും. അവരെന്തുമാണ് സെലക്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാം. അതിനകത്ത് കയറിയിട്ട് അവരെന്തൊക്കെ ചെയ്തെന്ന് പറയുവാണിപ്പോൾ. എല്ലാവരും കൂടി ഒരു സാധനം നോക്കി നടക്കുവാണ്. അവർക്ക് വേണ്ടുന്ന സാധനം ഈ കടയിൽ നിന്ന് കിട്ടും. ഇത് ആക്ച്വലി അവിടെ അൽനാദ പാർക്കിൽ ഉള്ളതാണ്, സ്റ്റോളായിട്ട് ഇട്ടതല്ല, ഉള്ളൊരു കടയാണ്. എന്നിട്ട് നമ്മൾ ആദ്യമേ പോകുമ്പോൾ മേടിക്കുന്ന സാധനമാണ്.
ഇതാണ് നമ്മുടെ ഐറ്റം സിപ്പപ്പ്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ 25 പൈസയ്ക്ക് മേടിക്കുമായിരുന്നു അങ്ങനത്തെ സംഭവമാണ്. പക്ഷേ ഇത് കുറേ വലുതാണ്, നമ്മുടെയൊക്കെ കുഞ്ഞ് സാധനമായിരുന്നു. അങ്ങനെ ഞാനും തുളസിയും മേടിച്ചു. ഞാൻ ഒരു ഓറഞ്ച് മേടിച്ചു, തുളസി ഒരു മാംഗോ മേടിച്ചു. അഗൈൻ ഷീലു ഷുഗർ കട്ടായതുകൊണ്ട് ഷീലു ഇതൊന്നും മേടിച്ചില്ല. എന്നിട്ട് ഞങ്ങളിതൊക്കെ മേടിച്ച് ഇത് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇത് കഴിച്ചാണ് വീട്ടിലോട്ട് പോയത്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കച്ച പാർക്കിംഗ് ഉണ്ട്. അവിടെ പിള്ളേരെ നിർത്തിയിട്ട് ഈ സാധനം കൊടുത്തു. ഇത് സ്ലിംഗ് ഷോട്ടായിരുന്നു. ഇത് വെച്ച് കളിക്കാൻ പറ്റുന്നതേ. തുളസി കളിക്കുന്നുണ്ടോ? പോയില്ല, കൈ കൊണ്ടു. എന്നിട്ട് പിന്നെ പിള്ളേർ അതൊക്കെ കളിച്ച് കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഒരു കോമ്പറ്റീഷനായിരുന്നു, ആരുടെയാണ് ഏറ്റവും ദൂരെ പോകുന്നത്. സെക്കൻഡ് ടൈം ട്രൈ ചെയ്തപ്പം തുളസിയുടെ കറക്റ്റായിട്ട് പോയി. അങ്ങനെ കുറച്ച് നേരം പിള്ളേർ അവിടെയൊക്കെ കളിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയത് വീട്ടിലോട്ട്. തുളസിയുടെ വീട്ടിലെ കിളികളാണ് ഇത്. 2 തുളസിയുടെയും മറ്റേത് 2 ചിന്നുൻ്റെയും. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുട്ടികൾക്ക് എല്ലാവർക്കും ആദ്യം ഫുഡൊക്കെ കൊടുത്തു. ഇവിടെ ചിക്കൻ ലോലിപോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചായിട്ട് ഷീലു എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു. എല്ലാം കൂടെ തുറന്നു വെച്ചാൽ നമുക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ചാണ് കുറച്ചായിട്ട് പിള്ളേർക്ക് കൊടുത്തത്. ഈ കഷ്ണം ആർക്കാണ്? ഇതാർക്കാണ്? ഇതൊക്കെ ഇത് 2 നിനക്ക്, വലുത് നോക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് കുട്ടികൾ വന്നു ഈ ഒരു ചാലഞ്ച് ചെയ്യാൻ. So first they are going to sit like this. They're going to lock the hands like that, and then they're going to try to get up with each other. Like they can't leave. They can't leave, and they have to get up. Okay. കാണുമ്പോൾ നമ്മൾ വിചാരിക്കാം ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇത് എളുപ്പമല്ല കേട്ടോ. ഇവർ രണ്ടുപേരും കുറേ നേരം ട്രൈ ചെയ്തു. പിന്നെ ദേവിക്കയും ഗൗതമും ട്രൈ ചെയ്തു. പിന്നെ ദേവിക്കയും അന്നുവും ട്രൈ ചെയ്തു. പിന്നെ ലാസ്റ്റ് ട്രൈ ചെയ്തു ഞാനും തുളസിയും കൂടെ. അതുകൊണ്ട് കാണാം നമുക്ക്. അങ്ങനെ 2 കൂടെ അതാ കിടക്കുന്നു. പറ്റില്ല കേട്ടോ, എളുപ്പമല്ലായിരുന്നു ചെയ്യാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു മൂവി വെച്ചു, ഭൂൽ ഭുലയ്യ 3. അത് കണ്ട് എപ്പോൾ കിടന്ന് ഉറങ്ങിയെന്നൊന്നും അറിഞ്ഞില്ല. ഉറങ്ങിപ്പോയി, 3 പേരും ഉറങ്ങിപ്പോയി. കുട്ടികളും പിന്നെ വന്ന് കിടന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടൂഡിൽസ്.